ദുആ എന്നുള്ളത് നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളെ തടഞ്ഞു നിർത്താനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദുആയിലും ചില ആളുകൾ അതിന്റെ ഒരു അനന്തരഫലം കാണാതിരിക്കാറുണ്ട്. അതിനുള്ള കാരണം ഒന്നെങ്കിൽ അവൻ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലായിരിക്കും, ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ അവൻ ദുആ ചെയ്യുമ്പോൾ അവന്റെ ഖൽബിൽ ഒരു ദുർബലതയോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അള്ളാഹുവിനുള്ള ഈമാൻ ദൃഢപ്പെടുത്താതെയായിരിക്കും അവൻ ചോദിക്കുന്നുണ്ടാവുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഉദാഹരണം പറയാണ്, ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസി റഖ്ബി ജിദ്ദൻ, ഒരു അമ്പെയ്യാൻ വേണ്ടി ആ വില്ലിൽ വെക്കുന്നത് പോലെ. അത് എയ്യുന്നത് വളരെ ദുർബലമായ അവസ്ഥയിലാണെങ്കിൽ അത് ലക്ഷ്യത്തിലെത്താതെ എന്താവും, അത് വീണു പോകും. എന്നാൽ ആ അമ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായി ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ലക്ഷ്യത്തിൽ എത്തുക. ഇതുപോലെയുള്ള കാരണങ്ങൾ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാതിരിക്കാൻ കാരണമാകും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈമ്മാ ലിഹുസൂലിൽ മാനി' മിനൽ ഇജാബ, ഉത്തരം ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾക്ക് തടസ്സം വരും. എന്താണത്? മിനക്കിൽ ഹറാം, ഹറാമ് സമ്പാദിച്ച് ദുആ ചെയ്താൽ, വബുൽം, അക്രമത്തിന് മേലെ ദുആ ചെയ്താൽ, വറൈനി ദുനൂബി അലൽ ഖുലൂബ്, ഖൽബിൽ പാപങ്ങളെ കൊണ്ട് കറ ബാധിച്ച് ദുആ ചെയ്താൽ, വിസ്തിലാഇൽ ഗഫ്ലതി വശഹവതി വല്ലഹി വഗലബതിഹാ അലൈഹാ, ഖൽബിൽ അശ്രദ്ധയോടുകൂടി അനാവശ്യ ഇച്ഛകളോടുകൂടി അതുപോലെയുള്ള ദുആകൾ ഉത്തരം ചെയ്യപ്പെടാൻ തടസ്സമാകുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ദുആ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ദുആ എന്നുള്ളത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുസ് സുഹദിൽ കൊടുത്തിരിക്കുന്ന ഒരു അസറിൽ കാണാം, അസ്വാബ ബനി ഇസ്രായീൽ ബലാഉൻ, ബനു ഇസ്രായേലുകൾക്ക് ഒരിക്കൽ ഒരു ബലാവ് ബാധിച്ചു. ഫഖറജു മഖ്റജൻ, അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഫഔഹ അല്ലാഹു ഇലാ നബിയിഹിം അൻ അഖ്ബറഹും, അവരിലുണ്ടായിരുന്ന നബിക്ക് അള്ളാഹു വഹി നൽകി അവരെ അറിയിക്കാൻ വേണ്ടി, ഇന്നകും തഖ്റുജൂന ഇല സഈദ് ബിഅബ്ദാനിൻ നജിസത്തിൻ, നിങ്ങൾ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ദുആ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത് നജസായ ഒരു ശരീരം കൊണ്ടാണ്, അഥവാ അതിലൊരു ഖൈറില്ലാത്ത നജസാണ്. വതുർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹാ അദ്ദിമാ, നിങ്ങൾ എന്നിലേക്ക് ഉയർത്തിയിട്ടുള്ള കൈകൾ അത് രക്തം പൂണ്ടതാണ്, അഥവാ നിങ്ങൾ അക്രമം ചെയ്തിട്ടാണ്. വമലഅതും ബിഹാ ബുയൂതകും മിനൽ ഹറാം, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഹറാം കൊണ്ട് നിറച്ചിട്ടുണ്ട്. അൽആന ഹീന ഇസ്തദ്ദ ഗളബി അലൈക്കും, ഈ സമയം നിങ്ങളുടെ മേലെ എന്റെ കോപമാണ് അധികരിച്ചിട്ടുള്ളത്. വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദ, എന്നിൽ നിന്ന് അകൽച്ചയല്ലാതെ ഒന്നും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കില്ല. അപ്പൊ ദുആ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഈ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ മുസ്തദ്റക് അദ്ദേഹത്തിന്റെ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റകിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഉത്തരം ചെയ്യപ്പെടുമെന്ന ദൃഢമായ വിശ്വാസത്തിൽ. വഅലമു അന്ന അല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു ഒരിക്കലും അശ്രദ്ധമായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ദുആ ചെയ്യുന്ന ഖൽബിൽ നിന്ന് ഉള്ള ദുആഇന് അള്ളാഹു തആല സ്വീകരിക്കുകയില്ല, ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് തേടുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഖൽബ് കൊണ്ട് അതിനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് എന്നത്. മറ്റൊരു ഹദീസിൽ ഹറാമു തിന്നുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യില്ല എന്നതിനുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബ, അല്ലാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹറാം അള്ളാഹു സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുഅ്മിനീങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അത് മുർസലീങ്ങളോട് റസൂലുകളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്ത്, യാ അയ്യുഹർ റസൂൽ, റസൂലുകളെ, കുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ത്വയ്യിബായതിൽ നിന്ന് ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക,
നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നതാണ്. അതായത് ത്വയ്യിബായ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് സൽക്കർമ്മങ്ങൾ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫജ്റിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുള്ള ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ റിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ആദ്യം ചോദിച്ചത് എന്താണ്? ഇൽമ, ഉപകാരപ്രദമായ ഇൽമ. അതിലൂടെ മാത്രമേ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ? ത്വയ്യിബായ റിസ്ഖ് ഏതാ, ഖബീസായ റിസ്ഖ് ഏതാ. ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇൽമ വേണം. അങ്ങനെ ത്വയ്യിബായ റിസ്ഖ് രണ്ടാമത് ചോദിച്ചു. അതുണ്ടെങ്കിൽ മാത്രമേ അമലൻ സ്വാലിഹ അല്ലെങ്കിൽ അമലൻ മുതഖബ്ബല സ്വീകരിക്കപ്പെടുന്ന അമല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് റിസ്ഖ്, നമ്മുടെ ഭക്ഷണം അത് ത്വയ്യിബാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള റിസ്ഖിൽ ത്വയ്യിബായ വിശിഷ്ടമായ നിങ്ങൾ ഭക്ഷിക്കുക, ഹറാമായത് ഭക്ഷിക്കാൻ നിൽക്കരുത്. നമുക്ക് ഹലാലല്ല എന്നൊരു സംശയം തോന്നുന്ന കാര്യം പോലും നമ്മൾ ഒഴിവാക്കണം നമ്മുടെ വരുമാനത്തിൽ. കാരണം അതല്ലാതെ നമ്മൾ ബാഹ്യമായ വരുമാനത്തിന്റെ ആധിക്യം കണ്ട്, സമ്പത്തിന്റെ ആധിക്യം കണ്ട് നമ്മൾ നേടിയാൽ നമ്മൾ അതിന് പകരം കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറ്റി പറയാണ്, ഒരുപാട് യാത്ര ചെയ്തു. അദ്ദേഹം യാത്ര ചെയ്ത് മുടിയൊക്കെ ജട പിടിച്ച് പൊടി പുരണ്ട അവസ്ഥയിലാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, എന്നിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ. വമത്അമുഹു ഹറാമുൻ, അവന്റെ ഭക്ഷണം എന്താണ്? ഹറാമാണ്. വമശ്റബുഹു ഹറാമുൻ, അവൻ കുടിച്ചത് അവന്റെ പാനീയങ്ങൾ ഹറാമാണ്. വമൽബസുഹു ഹറാമുൻ, അവന്റെ വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവന്റെ ശരീരം പോഷിപ്പിച്ചിട്ടുള്ളതെല്ലാം ഹറാം കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അവൻ എങ്ങനെ ഉത്തരം ചെയ്യാനാണ്, അവൻ എങ്ങനെ ഉത്തരം ചെയ്യപ്പെടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷേ അത്രയും അധികം ഒരു അവസ്ഥയിലെത്തിയിട്ടും അവന്റെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അവൻ ദുആ ചെയ്തത് ഹലാലല്ലാത്ത ഹറാമായ ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും ഹറാമായ വരുമാനം കൊണ്ട് ജീവിച്ചിട്ടാണ്. അതിന്റെ ഉത്തരം സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ സൂക്ഷിക്കണം. ഹറാമായ ഗുൽമു കൊണ്ട് നേടുന്ന, അതുപോലെ കളവ് നടത്തുന്ന, പലിശ പോലെ ഹറാമായിട്ടുള്ള എന്തെല്ലാമാണോ ഹറാമായിട്ടുള്ള വരുമാനം, അതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുകയോ അമൽ ഉയർത്തപ്പെടുകയോ ചെയ്യുകയില്ല. وقال أبو ذر رضي الله عنه, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്, യക്ഫി മിന ദുആഇ മഅൽ ബിർ, നല്ല പുണ്യത്തോടൊപ്പം, നല്ല പുണ്യമുള്ള നല്ല തഖ്വയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അവന്റെ ദുആ എത്ര മതി? മാ യക്ഫി തആമ മിനൽ മിൽഹി, ഭക്ഷണത്തിൽ എത്ര ഉപ്പ് വേണോ അത്ര മതി അവന്റെ ദുആ. നല്ല പുണ്യമുള്ള തഖ്വയുള്ള സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന്റെ ദുആ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമ്മൾ എത്ര ഉപ്പിടുവോ അത്ര മതിയാകും അവന് എന്ത് കിട്ടാൻ, അവന് ഉത്തരം ചെയ്യപ്പെടാൻ അത്ര മതിയാകും. അല്ലാതെ കുറേ ദുആ ചെയ്ത് ഹറാമ് നിന്നിട്ട് കുറേ നിലവിളിച്ച് കുറേ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? കാര്യമില്ല, അള്ളാഹു ഉത്തരം ചെയ്യില്ല. എന്നാൽ തഖ്വയോട് കൂടിയാണെങ്കിൽ കുറച്ച് തന്നെ മതിയാകുമെന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാം.